കൃത്യമായി വിവരിക്കുന്നുണ്ട്. പലചരക്ക് വ്യവസായത്തിൽ മുൻപന്തിയിലുള്ള മെഹ്റ കുടുംബം അവരൊരു പുസ്തക വ്യവസായത്തിലോട്ട് കടക്കുകയാണ്. അവർക്ക് മുൻപരിചയമില്ലാത്ത ഒരു മേഖലയാണ്. എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ആർക്കാണ് ആദ്യം വിൽക്കേണ്ടത് എന്ന ചിന്ത വന്നപ്പോൾ മെഹ്റ കുടുംബത്തിലെ തന്റെ അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ പോയി. അപ്പോൾ അമ്മ പറയുന്നൊരു ചരിത്രമുണ്ട്. ഒരു മുസ്ലിമായ ഒരാൾ ഈ ഒരു പുസ്തകം ആദ്യമായി മേടിക്കുകയാണെങ്കിൽ ആ പുസ്തക വിപണി വിജയിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യമായി പുസ്തക വിപണി തുടങ്ങാൻ പോയ തന്റെ മകനോട് അമ്മയുടെ ഉപദേശമാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ പ്രധാനിയായ പ്രൊഫസർ ഹുമയൂൺ കബീർ ആദ്യമായി ആ ഒരു രൂപ പബ്ലിക്കേഷന്റെ പുസ്തകം വാങ്ങിയത്. ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന പുസ്തക വിപണിയിൽ മുൻപന്തിയിലാണ് രൂപ പബ്ലിക്കേഷൻസ്. ഇങ്ങനത്തെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് പല പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ രാവിലത്തെ പ്രഭാത നമസ്കാരമായ സുബഹി കഴിഞ്ഞാൽ ഉടനെ കട തുറക്കുന്ന ഒരുപാട് ചായക്കടകളുണ്ട്. അതൊക്കെ ഹിന്ദുമത വിശ്വാസികളുടേതാണ്. അവരുടെയൊക്കെ ആഗ്രഹം ആ നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകൾ തന്റെ കടയിൽ കയറി ആദ്യമായി ചായ കുടിക്കുന്ന